ഒരു ക്ലൈമറ്റിനാണ് ഞാൻ കാത്തിരുന്നത്. അങ്ങനെ അവസാനം വന്ന്. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്നൊരു ചെറിയ വ്ളോഗ് വീഡിയോ ആയിട്ട് വരികയാണ്. അപ്പോൾ ഇന്ന് പോകുന്ന സ്ഥലം പറഞ്ഞാൽ നമ്മൾ മിനിയൂട്ടിക്ക് അടുത്തുള്ള തിരുവോണമല പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകണത്. അപ്പം രാവിലെ ഒരു 6:30 സമയമാണ്. നല്ല മഴയാണ് ഇതുവരെ. അപ്പോൾ പിന്നെ 6 മണിക്കൊക്കെ ഇറങ്ങണം വിചാരിച്ചു. അപ്പോൾ മഴ പിന്നെ ഇങ്ങനെ ചോർന്നോട്ട് വിചാരിച്ച് കാത്തു നിന്നതാണ്. അപ്പോൾ സമയം 6:30. അപ്പോൾ നമുക്ക് പോവാം. എന്താ അവസ്ഥ എന്നുള്ളതൊന്നും അറിയില്ല, പോയി നോക്കാം. ഇന്നലെ നൈറ്റൊക്കെ നല്ല മഴയായിരുന്നു. ഇതുപോലെ നല്ല മഴ നനഞ്ഞ് കിടക്കുന്ന റോഡും നമ്മൾ ബൈക്കും പോകണ യാത്രയും അത് വേറെ രസമാണ്. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി. പിന്നെ മഴ ആയതുകൊണ്ട് ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ച് ഓടിക്കണം. റൂട്ട് പറഞ്ഞാൽ നമ്മൾ കോഴിക്കോട് റൂട്ടിനാണുള്ളത്. കോഴിക്കോട് നിന്ന് മൊറയൂർ ചാടി മൊറയൂരിൽ നിന്ന് മിനിയൂട്ടി റൂട്ടിനാണ് കയറണം. ഏതാ വൈബ് ഈ മഴ നനഞ്ഞ റൂട്ടിലൂടെ ഇങ്ങനെ പോകാനേ. രാവിലത്തെ കാറ്റ് മുഖത്ത് കടിച്ചിട്ട് ജലദോഷം പിടിച്ചിട്ടിപ്പോൾ. മഴ പെയ്യാതെ ഈ ഒരു ക്ലൈമറ്റ് ഇങ്ങനെ നിന്നാൽ മതി. മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കൊടുന്നു ഈ കോട്ട് എടുത്തിടലും ഒരു ചടങ്ങാണ്. ചാറ്റുണ്ട്. ചെറിയ രീതിയിൽ മഴ ഇങ്ങനെ ചാറുണ്ട് ഇപ്പോൾ. കുറയോ നോക്ക്. കുറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് കോട്ടിടാം. പിന്നെ ഈ ഗോപ്രോ ഊരിക്കേണ്ടി വരും. മഴ ഓവറ് നനഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഗോപ്രോൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ മാതിരി വ്ളോഗിങ് തുടങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത് തുടങ്ങുക. ഒന്നും നോക്കണ്ട. ആരും കാത്തുക്കൊന്നും വേണ്ട, വേഗം അടുത്ത് തുടങ്ങി തന്നെ. ഇവിടെ ഇട്ടുകൂടി എനിക്കിപ്പോൾ വലിയ റീച്ചൊന്നുമില്ല. ആക്കടെ വന്നോളും. നമ്മളങ്ങനെ ഇട്ടാൽ മതി. വൺ ഡേ രക്ഷപ്പെടുകയായിരുന്നില്ലേ, അതേമാതിരി തന്നെ ആ ഒരു വിശ്വാസം ഉണ്ടായാൽ മതി നമ്മുടെ അടുത്ത്. അപ്പോൾ ഗൈസ്, നമ്മൾ മൊറയൂരെത്തി കഴിഞ്ഞു. ഇവിടുന്ന് അരിമ്പ്ര മിനിയൂട്ടി റോഡ് കയറണം. ഇതാണ് റൂട്ട്. എന്തായിരിക്കും മുകളിലത്തെ ക്ലൈമറ്റ് എന്നൊന്നും അറിയില്ല, പോയി നോക്കാം. പിന്നെ അത്യാവശ്യം ആൾക്കാരുണ്ടാവില്ല. സൺഡേ ഒന്നല്ല, സൺഡേ ആണെങ്കിലല്ല ആൾക്കാർ കൂടുതലുണ്ടാവുള്ളൂ. ഞാൻ ഇതിന് മുന്നേ ഒരു തവണ തിരുവോണമല പോയിരുന്നു. അന്ന് നല്ല അടിപൊളി ക്ലൈമറ്റ് എനിക്ക് കിട്ടി. നല്ല ഫുള്ള് കോടമഞ്ഞോട് മൂടിയൊരു സ്ഥലമായിരുന്നു. അതുപോലെ നല്ലൊരു മഴയുള്ള സമയത്ത് ഈവനിങ് ആയിരുന്നു പോയി.
അത്യാവശ്യം നടക്കാണ്ട്. ഏതാ ക്ലൈമറ്റ് അറിയാം. രാവിലെ തന്നെ ആയതുകൊണ്ട് കോട മൂടി കിടക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ അതിരാവിലെ എണീറ്റ് എവിടേക്കെങ്കിലും ഇങ്ങനെ ജസ്റ്റ് ഒരു ചായ കുടിച്ചാൽ പോവാം, അത് മതി. പക്ഷെ അതിരാവിലെ എണീക്കണം. നമുക്കൊരു 5-5:30 ഒക്കെ ആകുമ്പോൾ എണീറ്റ് അങ്ങനെ ഇത് എന്നും എണീക്കണം. എന്നും എണീക്കാൻ കഴിയൂല, അതാണ്. പോത്ത് പിന്നെ നമ്മളോട് കുറേ പേര് മെസ്സേജ് ചോദിക്കുന്നുണ്ട് ഹണ്ടർ യൂസ് ചെയ്യാൻ എന്താ അവസ്ഥ എന്നുള്ളത്. ഹണ്ടറിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിന്. അപ്പം അത് നോക്കിയാൽ മതി എന്താണ് അവസ്ഥ എന്നുള്ളത് പറയും. ഇനി നിങ്ങൾക്ക് ക്ലിയർ ആക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ ക്ലിയർ ആക്കി തരാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. മഴ പെയ്തിട്ട് ആകെ മണ്ണൊക്കെ റോഡിലേക്ക് ഒന്ന് കിടക്കാം. എനിക്ക് മിനിയൂട്ടിക്ക് പോകാനുള്ള മടി എന്ന് പറഞ്ഞാൽ ഈ റോഡിൻ്റെ അവസ്ഥ. ഇത് നന്നാക്കുകയാണെങ്കിൽ എത്രയോ ആൾക്കാർ വരും. എത്രയോ ആൾക്കാർ ഇപ്പം തന്നെ കഷ്ടപ്പെട്ട് വരുന്നുണ്ട്. ഇപ്പോൾ റോഡും കൂടി അടിപൊളിയാണെന്നുണ്ടെങ്കിൽ അതിലേറെ ആൾക്കാരുണ്ടാവും. നമ്മൾ മുകൾക്ക് ഇങ്ങനെ കയറി തുടങ്ങാം. മിനിയൂട്ടി ചുരം. ഇതാണ് മിനിയൂട്ടി കയറിക്കൊണ്ട് നിൽക്കുമ്പോഴുള്ള വിഷു. അപ്പം അങ്ങനെ ഇവിടെ കുറച്ചേരം ഇരുന്ന് ഇനി മുളക്കറ്. റോഡിൻ്റെ ഒക്കെ ഒരവസ്ഥ. ഇപ്പം നമ്മൾ ഹണ്ടറിൻ്റെ റിവ്യൂ ചെയ്ത് അതുപോലെ തന്നെ ഇനി നെക്സ്റ്റ് ഏത് ബൈക്കാണെന്നുള്ള നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇടിക്കോ. ആരാ ഒട്ടകത്തിൻ്റെ റൂട്ടിനോട് കൊണ്ടുവച്ചേ ചങ്ങായത്തെയും കാട്ടുമോ? തിരുവോണമലയ്ക്ക് പോണ വഴിയാണിത്. റോഡ് അടിപൊളിയാണ്. അതുകൊണ്ട് ഓവർ സ്പീഡ് താഴെ പോകില്ല. റോഡ് അടിപൊളി ആയതുകൊണ്ട് റോഡ് പണി നടക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. ഇനി മഴക്കാലം കഴിഞ്ഞിട്ടേക്കാരോ. ഇതൊക്കെ മഴക്കാലത്തിന് മുന്നേ തീർത്ത് വെക്കേണ്ടി വരില്ലേ? ഇത്ര ആയിട്ടില്ല. ഗായ്സ് നോക്കൂ, ഫുള്ള് കോട. ഗായ്സ് ഇതൊന്ന് നോക്കിക്കാൻ നിങ്ങൾ, എജാതി വ്യൂ. നമ്മൾ തിരുവോണമലയ്ക്ക് കയറിയില്ല, അതിൻ്റെ മുന്നേ തന്നെ ഇമ്മാതിരി വ്യൂ. അപ്പോൾ നമ്മളിങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ പോവാണ്. മിക്കവാറും മുകൾക്കെത്തുമ്പോഴത്തേക്കും സമയം കുറേ ആവും ഇങ്ങനത്തെ വ്യൂ ഒക്കെ എല്ലാം കാണാം. ഇങ്ങനെ കാണാക്കുക നോക്കിയാണെങ്കിൽ അവിടെയൊക്കെ വണ്ടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പെരുങ്കോട. ഗൈസ് കോട കയറി വരുന്നുണ്ട്. അതുപോലെ തന്നെ മഴയും പെയ്യുന്നുണ്ട്. മഴ എന്ന് പറഞ്ഞാൽ ചെറിയ ചാറ്റൽ മഴ കേട്ടോ, വലിയ മഴയില്ല, ചെറിയൊരു ചാറ്റൽ മഴ. ഇപ്പോൾ നേരത്തെ വന്ന സ്ഥലം ഫുള്ള് കോടായിപ്പോൾ. നമ്മൾ വന്ന സമയത്ത് എങ്ങനെ ഉണ്ടായിന് ഇവിടെ? ഇപ്പോൾ നോക്കിയാണ്
ഇനി നമുക്ക് പോവാം. അവിടെ നമ്മൾ പോണ വൈക്ക് കയറി തുടങ്ങിട്ടോ. നോക്കി അഞ്ചാതി ക്ലൈമറ്റായിപ്പോ. ഈ ഒരു ക്ലൈമറ്റിന് തന്നെയാണ് കാത്തിരുന്നത്. അങ്ങനെ അവസാനം വന്ന് ഇതാണ് ഗൈസ്. രാവിലെ ഇറങ്ങണം, രാവിലെ ഇതുപോലെ ഓരോ യാത്രയൊക്കെ ഇറങ്ങണം പറഞ്ഞേ, എന്നാലും ഇതുപോലത്തെ കാഴ്ചകൾ കാണാൻ കഴിയുള്ളൂ. ഇത് നോക്കിയാണ് നിങ്ങൾ, ആ ഒരു സൈഡ് ഫുള്ള് കോട, അവിടെ ഒക്കെ കോട ഗൈസ്. ചെറുതായിട്ടൊന്ന് വയ്യ മാറിയാണ്. എന്താണ് കോട, നമ്മൾ പോകുന്ന റോഡും സൈഡ് ഫുള്ള് കാടും കോടയും നിറഞ്ഞ റോഡുകൾ. ഇതിലപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ വെച്ച് ഇവിടെ എങ്ങനെ വഴിയുണ്ടാവും, ഇതിലെങ്ങനെ കയറി പോവാം, ഇതിലെങ്ങനെ കയറി പോകണം. വായ്സ് അത്യാവശ്യം നടക്കാണ്ട് കേട്ടോ. ഇങ്ങോട്ട് ഇങ്ങനത്തെ ഓരോ വഴികളുള്ള കുറേ പാറക്കെട്ടുകളും കല്ലുകളും എല്ലാം ഉണ്ട്, മുള്ളും. അപ്പോൾ ഗൈസ്, ഞാൻ തിരുവണ്ണാമലയ്ക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി ക്ലൈമറ്റാണ്. പിന്നെ വീഡിയോ കാണുമ്പോൾ ഇവിടുന്ന് കുറച്ച് കയറാനുള്ളൂ വിചാരിച്ചിട്ട് നല്ലോണം കയറാണ്ട്, നല്ല റിസ്ക് ഉണ്ട് കയറാൻ. അപ്പം വരുമ്പോൾ അവിടെ ശ്രദ്ധിക്കാം, പെട്ടെന്ന് കയറി നിൽക്കാൻ കഴിയില്ല. കയറി ഏകദേശം ടോപ്പിലെത്തി. നല്ല കാഴ്ചയാണ്. ടോപ്പ് ഇനിയും കയറാൻ കേട്ടോ, മേൾക്ക് നല്ല കോടുണ്ട്, നമുക്ക് കയറാം. പിന്നെ പറയാനുള്ളത് കയറാൻ കുറച്ചൊന്നല്ല, അത്യാവശ്യം കയറാണ്ട്. അപ്പം ആരോഗ്യമുള്ള ആൾക്കാർ കയറുക, ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം. ഇപ്പോൾ കാഴ്ച നമ്മൾ ഓൾമോസ്റ്റ് എത്താനായി. ഈ ഒരു ഇതുകൂടി കയറി കഴിഞ്ഞാൽ അവിടെ എത്തും. ഇപ്പോൾ കാഴ്ച മുകളിൽ നിന്ന് ഒരു സൈഡിൽ നിന്ന് കാണുന്ന കാഴ്ച എനിക്ക് കാണാം. നല്ല കിട്ടില്ല വ്യൂ. ഇവിടെ നോക്കിയാൽ റൺവേ കാണുന്നുണ്ട്, കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ. നമ്മൾ തിരുവോണമലൻ്റെ ടോപ്പിലെത്തിന്. ഇവിടുത്തെ അവസ്ഥ നല്ല കോട കയറി വരുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു വ്ളോഗായിരുന്നു. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.